നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വെറും പ്ലസ് ഓർ മൈനസ് അല്ല, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ന്യൂ ജൻ പുതിയ കാലഘട്ടത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം ഒരു സ്ഥലത്തു നിന്ന് കിട്ടണം. അപ്പോൾ അങ്ങനെ എല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ. ഈ ഒരു സാധനം പൂർണ്ണമായിട്ടൊരു സ്ഥലത്ത് നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പർച്ചേസിംഗ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിലെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ ഞങ്ങൾ ചിത്രീകരിച്ചത് അൽമനാമ, പ്രഭാതിലുള്ള അൽമനാമ, അവിടെ വെച്ചിട്ടായിരുന്നു ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ പ്രോഗ്രാം ഞങ്ങൾ ചിത്രീകരിച്ചത്, ഈ ഒരു പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പരിപാടി. പക്ഷേ ഇന്ന് ഈ ഒരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്, നമുക്കറിയാം ഏതാണ്ട് 8 വർഷമായിട്ട് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരു ഹൃദയഭാഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ മാൾ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാളിൽ 8 വർഷമായിട്ട് പ്രവർത്തനം നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ട് ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ക്യാപിറ്റൽ മാളിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്, പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ്. എന്തുകൊണ്ടാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നമ്മളെല്ലാവരും സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്ത ഉദിക്കണ സമയത്ത് ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ, ക്രോക്കറി ഐറ്റംസ് ആയിക്കോട്ടെ, വീട്ടിലേക്ക് ഉള്ള മറ്റു ഡിറ്റർജൻസ് ഐറ്റംസ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും, പിന്നെ അതുപോലെ തന്നെ അത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം, വളരെ ഹാപ്പി ആയിട്ട് ഒരു ഇംഗ്ലീഷുകാരനിൽ എപ്പോഴോ ഉദിച്ച ഒരു ബുദ്ധി. കാരണം നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് വളരെ ഹാപ്പി ആയിട്ട്, വളരെ സൈലൻ്റ് ആയിട്ട്, ഒരുപാട് സമയമെടുത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സുന്ദരമായിട്ടൊരു ഒരു ടൂറിന് വരുന്നത് പോലെ, ഒരു ഫാമിലിക്കായിട്ട് ഒരു എക്സ്കർഷനൊക്കെ വരുന്നത് പോലെയാണ് പല സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇന്ന് ആരംഭിക്കുകയാണ് ക്യാപിറ്റൽ മാളിൽ വെച്ചിട്ടുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. പ്ലസ് ഓർ മൈനസിൻ്റെ ഇനിയുള്ള എപ്പിസോഡുകൾ ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യണം, ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. ഓരോ ഔട്ട്ലെറ്റിലൂടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ സ്പെഷ്യൽ എപ്പിസോഡ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ആദ്യത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടീം, ഇതിൽ ഈ ഒരു പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന ടീമിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, പേരെന്താണ്? സർ, എവിടെ സ്ഥലം എവിടെയാണ്? കുറുവയിൽ. ഓക്കെ, എന്ത് ചെയ്യുന്നു സാർ? മുകളിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നത്. എന്ത് മേഖലയാണ്? ഫാൻസി മേഖല. ഓക്കെ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നന്നായിട്ട് പോകണം, അടിപൊളിയായിട്ട് പോകണം. കൂടുതലും എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ ദിവസങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നതും, അല്ലേ? ആൾക്കാർ വരുന്നത്. മുന്നേക്ക് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ നടത്താറില്ലേ? ഇപ്പോൾ ഇവിടെ ഈ ഫാൻസിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 4 years ആയി. ഓക്കെ, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകണം. നമസ്കാരം, പേരെന്താണ്? താഹിർ. എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ വളവട്ടാണ്. സെയിം മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നല്ല? ഞാൻ പുറത്താണ്, വിദേശത്താണ്. എവിടെയാണ്? അജ്മാൻ. ഈ ഇപ്പോൾ ശരിക്കും ഈ ഗൾഫുകാരൊക്കെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ചോദിക്കും, ഒന്ന് സുഖം ഉണ്ടോയെന്നൊന്നും ചോദിക്കുന്ന സംഭവമില്ല, എപ്പോൾ പോകണമെന്ന് ചോദിക്കും. ഇപ്പം ഇങ്ങനെ എഴുതി വെക്കേണ്ട ഒരു അവസ്ഥ വന്നു. വന്നതിന് ശേഷം ആരെങ്കിലും ചോദിച്ചോ കുറേ ലീവ് ഉണ്ടോ? ആൾക്കാർ ചോദിച്ചു എപ്പോൾ തിരിച്ചു ലീവ് ഉണ്ടോ. ഇത് പെട്ടെന്ന് തിരിച്ചു പോകണമല്ലേ? ശരി, എത്ര ഇപ്പം അജ്മാനിൽ? ഞാൻ ഒരു വർഷമായി. അപ്പോൾ തുടങ്ങുകയാണ് ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ്. ഇപ്പോൾ ക്യാപിറ്റൽ മാളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കാൻ പോകുന്നത്. ഇവരുടെ ഗെയിം ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ബാക്കിയെല്ലാം റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഗൾഫും ഒരാൾ നാടും. ശരി, അപ്പോൾ തുടങ്ങുകയാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. 5, 4, 3, 2, 1, 0. സാവധാനം എടുത്താൽ മതി കേട്ടോ. രണ്ട് ഭാഗത്തേക്ക് പൊക്കാം. ശരി, പൊക്കം എവിടെ വേണമെങ്കിലും പൊക്കാം. എന്നിട്ട് ഇവിടത്തേക്ക് വന്നേക്കാൻ മതി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.
5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ 5 മിനിറ്റ് സമയമായിരുന്നു. ഈ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർ രണ്ടുപേരും പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കൗണ്ടറിലേക്ക് പോകുന്നു. ഇവരെടുത്തിരിക്കുന്ന സെയിം സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഗെയിമിൽ നിന്ന് ഔട്ടാവുന്നു. അല്ലാത്ത സാധനങ്ങളുടെ MRP റേറ്റ് കൂട്ടി നോക്കുന്നു, അതിൻ്റെ ടോട്ടൽ റേറ്റ് നോക്കുന്നു. ശേഷം നമ്മുടെ ഗ്ലാസ് ബോക്സിൽ എത്രയാണോ റേറ്റ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കുന്നു. ആ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം, ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നോളൂ. ആദ്യം ഇദ്ദേഹം എടുത്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ നമുക്കൊന്ന് റേറ്റ് നമുക്ക് നോക്കാം. ഒന്ന് എടുത്ത് മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസ് ചിത്രീകരിക്കുന്നത്. ടോട്ടൽ എത്രയാണ്? 7198 രൂപയുടെ സാധനങ്ങളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 7198 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത്. ഇനി വാ, ഇങ്ങ് വാ. 7198 രൂപയുടെ സാധനങ്ങളാണ് 5 മിനിറ്റ് കൊണ്ട് ഇവർ പർച്ചേസ് ചെയ്തത്. നമുക്ക് ഇനി ഗ്ലാസ് ബോക്സിൽ എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഗ്ലാസ് അവിടെ കയ്യിൽ വെച്ചോളൂ. എത്രയാണ് ഇതിൽ ഗ്രീൻ സൈബർ മാർക്കറ്റിൻ്റെ ടീം അംഗങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. 7198 രൂപയുടെ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്തു. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 6200 to 6900 എന്നുള്ള റേറ്റാണ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. 6200 to 6900. ഒരു 3-4 പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ തെറ്റാവുമായിരുന്നല്ലേ. 600 സംതിങ് രൂപയുടെ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ അല്ലേ? അതെന്തായിരുന്നു? ഹോർലിക്സ് ആയിരുന്നു. ഗൾഫാരൻ ഒന്നും കൊണ്ടു തന്നില്ലേ? പറയേണ്ട വന്നില്ല. അതാണോ? നമുക്കൊന്നും പറയാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പം എന്തായാലും കുഴപ്പമില്ല. 6200 to 6800 എന്നുള്ള റേറ്റ് ആണ്, അല്ലെ? 6200 to 6900 എന്നുള്ള റേറ്റ് ആയിരുന്നു ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും മത്സരിച്ചു. അതിന് വലിയൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ചെറിയൊരു പ്രോത്സാഹന സമ്മാനമുണ്ട്. ഓക്കെ, 2 രൂപയുടെ. ഓക്കെ, സന്തോഷം. സിമ്പിൾ ആൻഡ് ഹംബിൾ. ഓക്കെ, സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. ഒരു ചെറിയ ഒരു റേറ്റിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് ആദ്യത്തെ ടീമിന് ഒരു വലിയൊരു സമ്മാനം പോയത്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പക്ഷേ നമുക്ക് അറിയാം, ഒരു 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. അപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ അടുത്ത ടീമിലേക്ക് പോവാണ്. പേരെന്താണ്? അക്ഷയ. അക്ഷയ. എവിടെയാ സ്ഥലം? എവിടെയാണ്? നടാലാണ്. എന്ത് ചെയ്യുന്നു അക്ഷയ? പഠിക്കാം. എവിടെ പഠിക്കണു? SN Trust. ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? കോമേഴ്സ് ആണ്. ഹർഷക്ക് എന്താ ദേഷ്യമുള്ള പോലെ? ഓക്കെ, എന്താ എവിടെ? നടാലിൽ തന്നെയാണ്. എന്ത് ചെയ്യുന്നു ഹർഷ? ഡിഗ്രി ഫൈനൽ. ഓക്കെ, എവിടെയാണ് പഠിക്കുന്നത്? നടാലിൽ തന്നെയാണ്? അല്ല, ഞങ്ങള് വേങ്ങാടാണ്. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ജോബ് ബാംഗ്ലൂർ എയർപോർട്ടില്. എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ. ഏതെങ്കിലും ഫ്ലൈറ്റ് സെപ്പറേറ്റ്? ഇപ്പോൾ അവിടെ ഇപ്പോൾ എത്ര വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ 1 വർഷം ആവാറ്. 1 വർഷമായി. എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ അവിടെ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ബാംഗ്ലൂർ. ഇനിയിപ്പോൾ നമുക്ക് അതുവഴിയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യൂ ഒന്നും നിൽക്കാതെ. പേരെന്താണ്? ചേച്ചി എന്ന് ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? വീട്ടു ജോലി അല്ലേ? അത് മറന്നുപോയോ? ക്യാമറ മുമ്പായതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? അടിപൊളിയായിട്ട് പോകണം. ജോലിയൊക്കെ നന്നായിട്ട്. സാധാരണ നമുക്ക് ഈ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫാണ്, ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ്. ഒരുപാട് ഈ ബിസിനസ്സിനൊക്കെ പ്രത്യേകിച്ചും ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഡിഫറൻറ്റ് ബിറ്റ്വീൻ നമ്മളിപ്പം ബാംഗ്ലൂരിലൊരു ലൈഫും നമ്മുടെ നാട്ടിലൊരു ലൈഫും എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം ഒരുപാട് മോഡേൺ ആയി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇവർക്കുള്ള ട്രോള് റെഡിയാണ്, ഞങ്ങളുടെ റേറ്റ് അവിടെ റെഡിയാണ്, കൗണ്ടർ റെഡിയാണ്. ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. മാക്സിമം ശ്രദ്ധിക്കാം.
പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ കുട്ടി കുട്ടി സാധനങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നൊന്നും പറയത്തില്ല. അപ്പോൾ ഇവർക്കുള്ള ട്രോളി ഇത് നിങ്ങൾക്കുള്ള ട്രോളിയാണ്. പക്ഷെ വേറൊരു കാര്യം ഒന്നുകൂടി പറയട്ടെ, ഒരേ സെയിം വേയിൽ പോകരുത്. നിങ്ങൾ രണ്ട് വ്യത്യസ്തമായിട്ട് സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടൈം കൗണ്ട് തുടങ്ങിയതിന് ശേഷം 2 പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. ഓക്കെ, 2 ക്യാമറ ടീം നിങ്ങളുടെ പുറകെ വരും. 5 മിനിറ്റ് സമയമാകുമ്പോൾ അവർ പറയും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് നേരെ ഇവിടേക്ക് വരാം. സിമ്പിൾ. റെഡി? ചേച്ചി റെഡി അല്ലേ ചേച്ചി? ചേച്ചി ഇപ്പോഴും ഇങ്ങനെ എന്തോ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ശരി, അപ്പോൾ ചുമ്മാ ഒന്ന് മത്സരിച്ച് നോക്കാം. അപ്പോൾ 5 4 3 2 1 0. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. 5 മിനിറ്റ് സമയമാണ്. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ക്യാമറ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ. അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് 2 ടീം അംഗങ്ങൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെയാണ്. ആദ്യം ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. എടുക്കാൻ മാത്രമല്ല, അത് കൗണ്ടർ ബോക്സിലെടുത്ത് കൊണ്ടുവച്ചിട്ടേ എത്ര റേറ്റ് എത്രയാണെന്ന് നോക്കണം. എന്താ ദേഷ്യം, എന്തോ ഒരു പർച്ചേസിങ്ങിനോട് ഒന്നും നോക്കിയിട്ടില്ല അല്ലേ? വെറുതെ എടുത്തോളാൻ പറയണോ? ശരി, നമുക്കിനി വേണ്ടത് ഈ ഒരു ഗ്ലാസ് ബോക്സിൽ എത്രയാണ് ഇവർ റേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. 12,000 അതിന് എബോവ് ആണ് നിങ്ങളുടെ റേറ്റ് വന്നിരിക്കുന്നത്. ഗ്ലാസ് പിടിച്ചോളൂ. അപ്പോൾ ഇതിൽ ഇവർ എഴുതിയിട്ടിരിക്കുന്നത് ഏതാണ്ട് 12,000 സംതിങ് അതിൻ്റെ ഇടക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിൽ വിജയിക്കാം. സമ്മാനങ്ങളുണ്ട്. ഇനി അല്ല എങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട് കേട്ടോ ടീമിന്. അപ്പോൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്ര നമുക്ക് അറിയത്തില്ല. ഇവർ എടുത്തിരിക്കുന്നത് 12,000 സംതിങ് രൂപയുടെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇവരെക്കാളും ഒരുപാട് ടെൻഷനോട് കൂടി ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് നമ്മുടെ അനിയൻ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇതിൽ എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നത്, അവനാണ് ടെൻഷൻ കൂടുതൽ കേട്ടോ. ഇതിൽ ഇവർ എഴുതിയിട്ടിരിക്കുന്നത് 9,000 to 9,700 എന്നുള്ളതായിരുന്നു എഴുതിയിട്ടിരിക്കുന്നത്.
കുറച്ച് ഒന്നുകൂടി ഒരു ബിഗ് പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് എത്താൻ പറ്റുന്ന റേറ്റ് ആയിരുന്നു 9,000 to 9,700 എന്നുള്ളത്. കുഴപ്പമില്ല, എന്തായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് പറ്റുന്നത്രയും ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ കണ്ണൂർ വിഷൻ ചാനലിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ പ്രോത്സാഹന സമ്മാനം. അപ്പോൾ ഇവർക്കുള്ള ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന സമ്മാനം 2 പേരും കൂടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലെ കുഴപ്പമില്ല, നന്നായിട്ട് മത്സരിച്ചു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം ഞങ്ങൾ എത്തിയത് ക്യാപിറ്റൽ മാളിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ എപ്പിസോഡ് ചിത്രീകരിച്ചത്. അപ്പോൾ ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കും. ശരിക്കും നമ്മൾ ഓഫേഴ്സ് ഇപ്പോൾ ഒരു ആങ്കർ എന്നുള്ള ഒരു രീതിയിൽ ആസ് എൻ ആങ്കർ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ഓഫേഴ്സ് ഇന്ന് ഓഫറാണ്. പക്ഷെ നമ്മളൊരു അരമണിക്കൂറിനുള്ളിലുള്ള എപ്പിസോഡിൽ മത്സരവും കഴിച്ച് ബാക്കി വരുന്ന സമയമാണ് ഒരു ആങ്കർക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുക. അത് വളരെ കുറച്ച് സമയം മാത്രം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പ്രൊഡക്റ്റിനും ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് ഏതൊക്കെ രീതിയിലാണ് ഡിസ്കൗണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നങ്ങനെ കഴിഞ്ഞു. അടുത്ത പ്രോഗ്രാമിൻ്റെ ആളിങ്ങനെ മുട്ടാൻ തുടങ്ങിയിട്ടോ മതി എന്നും പറഞ്ഞിട്ട്. ശരി, അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ.